സ്വർണ്ണമോഷണത്തിനിടയാക്കിയ ഗുരുതരമായ വീഴ്ചയിൽ ദേവസ്വം സ്മിത്തിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയാണ്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിപിൻ, തിരികെ ഈ സ്വർണ്ണപ്പാളികൾ എത്തിച്ച സമയത്ത് പരിശോധനയ്ക്ക് എത്തിയില്ല എന്ന കുറ്റം, അതുപോലെ ഈ തട്ടിപ്പ് മറയ്ക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചു എന്നതടക്കമുള്ള കുറ്റങ്ങളൊക്കെയാണ് ഇപ്പോൾ ദേവസ്വം സ്മിത്തിനെതിരെ, ഗോൾഡ് സ്മിത്തിനെതിരെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. എന്താണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? തുടർ നടപടികൾ എങ്ങനെയായിരിക്കും വിപിൻ സി വിജയൻ? റിജിത്ത്, ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ തന്നെ എടുത്തു പറയുന്നുണ്ട്, ഈ സ്വർണ്ണപ്പാളികൾ തിരിച്ച് ശബരിമല ക്ഷേത്രത്തിൽ എത്തിച്ച സമയത്ത് അവിടെ ഒരു ഗോൾഡ് സ്മിത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഗോൾഡ് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ എത്രത്തോളം ഗോൾഡ് സ്വർണമുണ്ട്, അതിൽ എത്രത്തോളം ചെമ്പുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ ഒരു പരിശോധന നടക്കാത്തത് അത് ബോധപൂർവം എന്ന വിജിലൻസിന്റെ ഒരു വിലയിരുത്തലുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഗോൾഡ് സ്മിത്തിനെ മാറ്റി നിർത്തിയത് ആരാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ സമ്മർദ്ദഫലമായിട്ടാണോ ഇയാൾ മാറി നിന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. നാളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ യോഗം നടക്കുമ്പോൾ അതിൽ സസ്പെൻഷൻ ഉണ്ടാകും എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ മാറി നിന്നത് ബോധപൂർവം എന്നുള്ള വിലയിരുത്തൽ ബോർഡിനുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരിലേക്ക് ഇതിന്റെ നടപടികൾ എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. മറ്റൊന്നുള്ളത്, ശബരിമലയിലും ഒപ്പം ആറന്മുളയിലുമുള്ള സ്ട്രോങ് റൂമിന്റെ രജിസ്റ്ററുകൾ ഉൾപ്പെടെ സൂക്ഷിക്കുന്നതിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് 2019 തന്നെ അന്നത്തെ ലോക്കൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. പക്ഷേ അതിൽ തുടർന്ന് വലിയ പരിശോധനകളോ അതിൽ നടപടികളോ ഉണ്ടായില്ല. അന്നൊരു പക്ഷേ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചുകൂടി ശ്രദ്ധ പിന്നീട് ഉണ്ടാവുമായിരുന്നു. ഇത്ര വലിയ ഒരു തട്ടിപ്പിലേക്ക് ഒരു കൊള്ളയിലേക്ക് എത്തുന്നത് തടയാൻ കഴിയുമായിരുന്നു എന്നുള്ള വിലയിരുത്തൽ കൂടി വരികയാണ്. വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഈ സ്ട്രോങ് റൂമിന്റെ ഒരു രജിസ്റ്റർ തന്നെ കാണാനില്ല, അല്ലെങ്കിൽ മഹസറുമായി ഒത്തുനോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു മിസ്മാച്ച് സംഭവിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഈ കണ്ടെത്തലുകളുടെ എല്ലാം തന്നെ ഒരു രത്ന ചുരുക്കം. ശരി, ദ്വാരപാലക ശില്പം തിരികെ എത്തിച്ചപ്പോൾ ഗോൾഡ് സ്മിത്ത് പരിശോധനയ്ക്ക് എത്തിയില്ല. ആസൂത്രിതമായി ഈ തിരിമറി മറയ്ക്കാനുള്ള ശ്രമം ഉണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ദേവസ്വം സ്മിത്തിനെ സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.